നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. കരാർ പ്രകാരമുള്ള വേതനം തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് തന്നെ ഉറപ്പാക്കുക എന്നതാണ് വേതന സുരക്ഷാ പദ്ധതി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ അവസാന ഘട്ടം ഡിസംബർ 1 ആരംഭിക്കുമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. എല്ലാ മാസവും ശമ്പളം തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കണമെന്നാണ് വ്യവസ്ഥ. കൃത്യസമയത്ത് ശമ്പളം നൽകാതിരിക്കൽ, ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്ത ശമ്പളവും അടിസ്ഥാന വേതനവും തമ്മിൽ വ്യത്യാസം വരിക തുടങ്ങിയവ വേതന സുരക്ഷാ പദ്ധതി പ്രകാരം നിയമലംഘനങ്ങളാണ്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ സ്ഥാപനത്തിന് ഓരോ തൊഴിലാളിയുടെയും പേരിൽ 3000 റിയാൽ വീതം പിഴ നൽകേണ്ടി വരും. കൂടാതെ 3 മാസം ശമ്പളം നൽകാതിരുന്നാൽ തൊഴിലുടമയുടെ 3000-ഓ അതിലധികമോ പേർ ജോലി ചെയ്യുന്ന കമ്പനികളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കിയത്. അതേസമയം രാജ്യാന്തര യാത്രാ നിയന്ത്രണങ്ങളിൽ സൗദി ഭാഗിക ഇളവ് വരുത്തിയതോടെ ഗൾഫ് രാജ്യക്കാർക്കും അവിടെ താമസിക്കുന്ന വിദേശികൾക്കും ആശ്രിതർക്കും സൗദിയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാം. കാലാവധിയുള്ള ഇഖാമ, റീ എൻട്രി വിസ, സന്ദർശക വിസ എന്നിവയുള്ളവർക്കാണ് പ്രവേശനം. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുന്ന 2021 ജനുവരി 1 മുതൽ എല്ലാ രാജ്യക്കാർക്കും സൗദിയിൽ എത്താനാകും. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ തിരിച്ചുവരവ് സംബന്ധിച്ച് ഡിസംബറിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. സൗദിയിൽ കോവിഡ് നിയന്ത്രണ വിധേയമായി വരുന്ന പശ്ചാത്തലത്തിൽ ഉംറ സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അപേക്ഷ പൂരിപ്പിച്ച് നൽകി വേണം സൗദിയിൽ പ്രവേശിക്കാൻ. 48 മണിക്കൂറിന് മുൻപ് എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.